സർക്കാരിന്റെ പരസ്യം 5 സംസ്ഥാനങ്ങളിലെ 100 തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതാണ് പരസ്യം. 18,19,843 രൂപ ഇതിനായി അനുവദിച്ച് ഉത്തരവിറക്കി. തിയേറ്ററുകളിൽ ദേശീയ ഗാനം പ്രദർശിപ്പിക്കുന്നതിന് എതിർപ്പ് പറഞ്ഞ ടീമുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ഓർക്കുക. പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ അവരുടെ കയ്യിൽ പണമില്ല. ഈ അവസരത്തിലാണ് അവരുടെ ഈ പരസ്യ ധൂർത്ത്. എന്നാലും കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങൾക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ. നമിച്ചണ്ണ നമിച്ചു. ശ്രീജേഷിന് സർക്കാരിന്റെ സമ്മാനം 2 കോടി. പക്ഷേ അതിന്റെ അടിയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പരിശീലനത്തിന് നേരത്തെ പ്രഖ്യാപിച്ച 5 ലക്ഷം ഇതുവരെ നൽകിയില്ല. അപ്പോ പിന്നെ ഈ 2 കോടി കിട്ടിയത് തന്നെ വെറും തള്ളു മാത്രം. അല്ലെങ്കിൽ തന്നെ എവിടുന്ന് എടുത്തിട്ട് കൊടുക്കാനാണ്? ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിനും കടമെടുക്കേണ്ടി വരും. നമ്പർ 1 കേരളത്തിന്റെ ഒരു ഗതികേട്. എന്തായാലും നമ്പർ 1 കേരളത്തിലുള്ള എല്ലാവർക്കും ശുഭദിനം. സാധാരണയായി രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഒട്ടനേകം എംപ്ലോയീസ് സംഘടനകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതിന് സമാനമായി മറ്റു മതക്കാരുടെ ഇത്തരം സംഘടനകൾ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ എന്നും അറിയില്ല. എന്റെ പരിമിതമായ അറിവിൽ അങ്ങനെയൊന്ന് വേറെയില്ല. തൊഴിൽ പോലും മതത്തിന്റെ ചട്ടക്കൂടിൽ കാണുന്ന ഇവർ മറ്റുള്ളവരെ വിളിക്കുന്നത് വർഗീയവാദികൾ എന്നാണ്. എന്നാൽ സ്വയം വിശേഷിപ്പിക്കുന്നത് മതേതരവാദികൾ എന്നും. ഇവരാണ് യഥാർത്ഥ വർഗീയവാദികൾ. ഇവരാണ് മറ്റുള്ളവരിലും വർഗീയത ഉണ്ടാക്കുന്നതും. കേരളത്തിലെ മതേതര കോമരങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നു. ശുഭദിനം. ബംഗാളികൾ കാരണം പണി പോയ ഒട്ടനേകം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ബംഗാളികൾ കാരണം പണി പോയ ആദ്യത്തെ സംവിധായകൻ ഈ മുതല് തന്നെയായിരിക്കും. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. തുടങ്ങിയത് SFIയിൽ നിന്നാണ് എന്നാണല്ലോ പറഞ്ഞത്. അനുഭവിച്ചോ? സംവിധായകൻ രഞ്ജിത്ത് ചെയർമാനായപ്പോൾ കൊടുത്ത 2 അവാർഡുകളുടെ കാര്യം പറഞ്ഞു തരാം. 2022 മികച്ച നടി രേവതി, 2024 മികച്ച ചിത്രം കാതൽ. രഞ്ജിത്ത് ഈ 2 അവാർഡുകൾ കൊടുത്തതിന്റെ കാതൽ എന്താണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പഴയകാല മലയാള നടൻ ശ്രീ ഉമ്മർ നേരത്തെ മരിച്ചു പോയത് നന്നായി. അല്ലെങ്കിൽ കഥകിൽ മുട്ടി തട്ടി എന്നൊക്കെ പറഞ്ഞ് ശോഭ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നേനെ. എന്തൊക്കെ കാണണം കലികാലം, അല്ലാതെ എന്താ പറയാ. സ്റ്റാച്യു ഓഫ് യൂണിയൻ, ടെക്സാസിലെ ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, പെഗസസ് ആൻഡ് ഡ്രാഗൺ എന്നീ പ്രതിമകൾക്ക് ശേഷം US-ലെ ഏറ്റവും വലിയ പ്രതിമയാണ് ഇത്. അതായത് US-ലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ പ്രതിമ. കൊള്ളാം. എന്നാൽ തീർച്ചയായും ഇത് കാണുമ്പോൾ ഇവിടെ ചിലർ അസ്വസ്ഥരാകും. ശുഭദിനം. 100% ഉയർന്നു വരാൻ സാധ്യതയുള്ള പല പേരുകളും ഉയർന്നു വരാതിരിക്കുകയും എന്നാൽ ഒരു സാധ്യതയുമില്ലാത്ത പല പേരുകളും ഉയർന്നു വന്നതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. വർഷങ്ങളായി നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം അവർ ദിലീപിനെ ഒതുക്കി. പിന്നീട് വിജയ് ബാബുവിനെ ഒതുക്കാനും ഫ്രൈഡേ ഫിലിം ഹൗസിനെ തകർക്കാനും ശ്രമിക്കുന്നു. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അമ്മ സംഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നു. ഏറെക്കുറെ അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ മട്ടാഞ്ചേരി മാഫിയ നടത്തിയ ഒരു ലഹരി പാർട്ടിയെ കുറിച്ച് എല്ലാവർക്കും അറിവുള്ളത് ആണല്ലോ. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒന്നും മുന്നോട്ട് പോയില്ല. അന്നു മുതൽ ഇവരൊക്കെ എങ്ങനെയുള്ളവരാണെന്നും എത്തരക്കാരാണെന്നും എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ആ മാഫിയയിലെ ഒരു പ്രധാനി ഇപ്പോൾ TV-യിൽ വന്ന് തള്ളിമറിക്കുന്നത് കണ്ടാൽ അയാളേക്കാൾ വലിയൊരു പുണ്യാള് വേറെയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. മട്ടാഞ്ചേരി മാഫിയയേക്കാൾ നല്ലൊരു സംഘം വേറെയില്ല എന്നും തോന്നിപ്പോകും. ലോകത്തെ എല്ലാ നീചകൃത്യങ്ങളും കൈമുതലാക്കിയവരാണ് ഇവർ. എന്നിരുന്നാലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവരിൽ ഒരാളുടെ പേരെങ്കിലും ഉയർന്നു വരുന്നതായി നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല, അല്ലേ? വരികയില്ല.
കാരണം ഇതെല്ലാം അവരുടെ മാസ്റ്റർ പ്ലാനാണ്. എല്ലാവരെയും ഒതുക്കി മലയാള സിനിമയെ അവരുടെ കൈകളിലാക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബോളിവുഡ് ചിലരുടെ കൈകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നത് പോലെ മലയാള സിനിമയെ അവർ ഉള്ളംകൈയിലാക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു പരിധിവരെ അവരത് സാധിച്ചെടുത്തിട്ടുമുണ്ട്. ഇനി അമ്മയുടെ തലപ്പത്ത് ഇവരിൽ ചിലർ വന്നാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഉറപ്പിക്കാം, 100% ഉറപ്പാകും. എന്നിട്ട് അവർ മലയാള സിനിമയുടെ മിശിഹായായി അവതരിക്കും, അഭിനയിക്കും. പിന്നീടവർ യുവാക്കളെ സിനിമയിലൂടെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. മട്ടാഞ്ചേരി മാഫിയയുടെ ലക്ഷ്യങ്ങൾ വലുതും നിഗൂഢവുമാണ്. ഇത് ഇവിടെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇന്ന് ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നത്തിന്റെ, ഒരു വിപത്തിന്റെ കേരളത്തിലെ ചെറിയ കണ്ണികൾ മാത്രമാണ് ഇവർ. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. സമയം ഇനിയും വൈകിയിട്ടില്ല. ഇനിയും വൈകിയാൽ അത് അപകടമാകും. എന്നിരുന്നാലും ഭയം വേണ്ട, ജാഗ്രത മതി. ശുഭദിനം. ഓട്ടോകൾക്ക് സംസ്ഥാനം മുഴുവൻ ഓടാനുള്ള പെർമിറ്റ് ഒക്കെ കൊടുക്കാൻ പോകുന്ന കാര്യം നിങ്ങളിൽ കുറച്ചു പേരെങ്കിലൊക്കെ അറിഞ്ഞു കാണും. സംഭവമൊക്കെ കൊള്ളാം, നല്ലതാണ്. പക്ഷേ നല്ലവരായ ഓട്ടോക്കാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ദൂര ഓട്ടങ്ങൾ പോകുമ്പോഴെങ്കിലും നിങ്ങൾ ആ തിരിയുന്നതിന് മുമ്പ് ഇൻഡിക്കേറ്റർ ഒന്നിട്ട് സഹായിക്കണം. ഇവിടെ ലോക്കൽ ഓടുമ്പോൾ ചെറിയ വഴികളിൽ ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുന്നത് പോലെ ആയിരിക്കില്ല NH ഇൻഡിക്കേറ്റർ ഇടാതെ തിരിഞ്ഞാൽ. ഇതൊരു അപേക്ഷയായി കണക്കാക്കണം. കഴിഞ്ഞ ദിവസം ഒരു RSSകാരൻ വാഹനാപകടത്തിൽ മരിച്ചു എന്ന വാർത്തയുടെ താഴെ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ റിയാക്ഷൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. മറിച്ചായിരുന്നു എങ്കിൽ ഇവർ ഇരവാദം പറഞ്ഞ് ഇവിടെ കരഞ്ഞു മെഴുകിയേനെ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മനുഷ്യന്മാർ നിങ്ങളെ അടുപ്പിക്കാത്തത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളെ പല ലോകരാജ്യങ്ങളും ഇപ്പോൾ ആട്ടി ഓടിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇസ്രായേൽ പോലെയുള്ള പല രാജ്യങ്ങളും നിന്റെയൊക്കെ നെറുകന്തലയിൽ ബോംബ് പൊട്ടിച്ച് രസിക്കുന്നത്. എല്ലാം നിന്റെയൊക്കെ കയ്യിലിരിപ്പിന്റെ കോണം. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, വിതച്ചതേ കൊയ്യൂ. നീയൊക്കെ അനുഭവിക്കുന്നത് നീയൊക്കെ വിതച്ചതിന്റെ ഫലമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലസ്തീനും ഇസ്രായേലും. ശുഭദിനം. അങ്ങനെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമൊക്കെ കറങ്ങിത്തിരിഞ്ഞ് കമ്മികളുടെ തന്നെ തലയിൽ വന്നു വീണതിൽ നിന്നും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. വർഗീയത തൊലയട്ടെ എന്ന് തള്ളി മറിച്ചുകൊണ്ട് നടന്ന ഇവന്മാര് തന്നെയാണ് 916 വർഗീയവാദികൾ. ഇവന്മാര് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വർഗീയതക്കെതിരെ പോരാടുന്ന പാർട്ടി എന്നാണ്. അല്പമെങ്കിലും ഉളുപ്പുണ്ടോ അന്തം കമ്മികളെ? സ്വാതന്ത്ര്യദിനം പണ്ട് കരിദിനമായി ആചരിച്ച് ഇവന്മാര് രാജ്യദ്രോഹികളാണെന്ന് പണ്ടേ തെളിയിച്ചതാണ്. ഇപ്പോൾ വർഗീയവാദികളാണെന്ന് കൂടി തെളിയിച്ചിരിക്കുന്നു. എന്തായാലും ശുഭദിനം. ഈ ലോകത്ത് തനിക്ക് തന്നെ എതിരെയായി ആദ്യമായി സമരവും ജാഥയും നടത്തുന്ന വ്യക്തി എന്ന റെക്കോർഡ് നമ്മുടെ ബംഗാൾ ദീദിക്ക് സ്വന്തം. ബംഗാളിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 31 വയസ്സുള്ള ഒരു യുവ ഡോക്ടർ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടതിനെതിരെയാണ് അമ്മച്ചിയുടെ ഈ സമരനാടകം. സമരനാടകം എന്ന് പറയാൻ കാരണം ബംഗാളിലെ മുഖ്യമന്ത്രി ആരാ? ബംഗാളിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാ? ബംഗാളിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാ? എല്ലാം ഈ മമതാ ബാനർജി തന്നെ. സത്യത്തിൽ എന്തിനാണ് അവരുടെ ഈ സമര നാടകം? ഇവരുടെ ഈ സമര നാടകം കാണുമ്പോൾ നമുക്ക് തോന്നും അവിടുത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ മറ്റാരോ ആണെന്ന്. എന്ത് പ്രഹസനമാണ് മമതാ അമ്മച്ചി ഇത്? അതോ നിങ്ങളുടെ സമനില തെറ്റിയോ? വട്ടായോ? അല്പമൊക്കെ ഉളുപ്പ് ആകാം, ഇത് വല്ലാത്ത തൊലിക്കെട്ടി തന്നെ. ശുഭദിനം. വീടുകൾ തോറും കയറി ഇറങ്ങി ഓരോ മാസവും 50 രൂപ എല്ലാ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും പിരിച്ചതിന് ശേഷം അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആധുനികമായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്ന കൺകുളിരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ടെക്നോളജി നിലവിൽ ഇവിടെ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എന്തായാലും ശുഭദിനം. ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത്. നടി ഭാമ. ചില ഭാര്യമാർ ഭർത്താക്കന്മാരെയും കുടുംബത്തെയും ഒന്നടങ്കം വിഷം കൊടുത്ത് കൊല്ലുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ ഈ അഭിപ്രായം ശരിയാണെന്ന് തോന്നിപ്പോകുന്നു. ഒരു സേഫ്റ്റിക്ക് അതാണ് നല്ലത്.
പിന്നെ നിങ്ങളുടെ അമ്മ അന്ന് ഈ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ ഈ അഭിപ്രായത്തെയും കാണേണ്ടി വരില്ലായിരുന്നു. ശുഭദിനം.